ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇതാ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക്. ഇന്നൊരു അടിപൊളി ഡിഷായിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഡിഷ് ഞാൻ സാധാ പറയുമ്പോഴൊന്നും പറഞ്ഞാൽ പോരാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അടിപൊളി നമ്മളെ ബീഫും കപ്പയും ദം ബിരിയാണി, ബീഫ് കപ്പ ദം ബിരിയാണി അതാട്ടോ. നമ്മൾ പല വിധത്തിലുള്ള ദം ബിരിയാണി നമ്മൾ കഴിക്കാറുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ പോയാൽ എപ്പോഴും ഉമ്മനെ കൊണ്ട് ഉണ്ടാക്കി കഴിപ്പിക്കുന്ന റെസിപ്പിയാണ്. ഉമ്മൻ്റെ റെസിപ്പിയിൽ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാ നമ്മുടെ കപ്പ ദം ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിതൊരു 1.25 കിലോ കപ്പ, പൂള, മരച്ചീനി ഇങ്ങനെയൊക്കെ പറയൂലേ, ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് സാധാ നമ്മൾ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയെടുത്തതാണ്. നല്ലോണം വെന്ത് പോവരുത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വെന്തുണ്ട്, പക്ഷെ ഉടഞ്ഞു പോയില്ല, ആ ഒരു രീതിയിൽ. അതുപോലെ തന്നെ ഞാൻ ബീഫ്, എല്ലോട് കൂടിയ ബീഫ് ഇതാ ഈ ഒരു സൈസ്, അത് ഞാൻ ഉപ്പും കുരുമുളക് പൊടി 1 ടീസ്പൂണേ ഇട്ടുള്ളൂ, ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതും കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്താൽ. അതും വിട്ടു പോകുന്നില്ല, എന്നാലും വേവും ചെയ്തിട്ടുണ്ട്. ഇനി മസാല ഇട്ടിട്ട് ഒന്നുകൂടി ഇതാവുമല്ലോ. അപ്പം അങ്ങനെ വെള്ളം ഒഴിച്ചില്ലായിരുന്നു തന്നെ ഉണ്ടായ വെള്ളമാണ്, വെള്ളത്തോടുകൂടി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 600 ഗ്രാം ഉണ്ട് കേട്ടോ. നമ്മൾ പൂള എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി ബീഫ് എടുത്താൽ മതി. അപ്പോൾ ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടും. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ, ബിരിയാണിയൊക്കെ വെക്കുന്ന ബിരിയാണി പോട്ട് വെച്ചുകൊണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇപ്പം ഒഴിക്കുന്ന വെളിച്ചെണ്ണയേ ഉള്ളൂ, പിന്നെ നമ്മൾ ഒഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്, 3-3.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഞാൻ വെച്ചിട്ടുണ്ട്, ഓൾറെഡി നന്നായി ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് ഇതാ ഇത്തിരി ഒരു 5 പൂവ്, ഒരു 3 ഏലക്ക, 4 പട്ട, ചെത്തിരി പട്ട, ഇതെല്ലാം കൂടി ഒന്ന് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടുകയാണ്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ 2 വലിയ ഉള്ളി കേട്ടോ, സവാള 2 എടുത്തരം അത്യാവശ്യം വലുപ്പമുണ്ട് ഉള്ളിക്ക്, അത്രയുള്ള 2 എണ്ണം, അത് മതി. അത്രയല്ലേ ഉള്ളൂ ബീഫ്. അപ്പോൾ 600 ഗ്രാമിന് 2 എണ്ണം കേട്ടോ ഞാൻ എടുത്തത്. അതും കുറച്ച് കരിവേപ്പില ഇതിട്ടിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ വഴറ്റുന്ന പോലെ വഴറ്റിയെടുക്കാൻ പോവുകയാണേ. ഇതാ നമ്മുടെ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞൊരു ഗോൾഡൻ ഫുള്ളായില്ല ആയി വന്ന്, നമ്മളൊക്കെ അറിയാമല്ലോ ബിരിയാണിക്കൊക്കെ ആ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇപ്പോൾ 2 ഉണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. അതേപോലെ ഒരു 4 പച്ചമുളകാണ്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതും കൂടെ ഇത് രണ്ടും കൂടെ ഒന്ന് ഇട്ടിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കേ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി തീ നന്നായി കുറച്ച് വെച്ചുകൊണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്, അതുപോലെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളകിൻ്റെ എരിവാണ് കൂടുതൽ നിൽക്കുക. 1 ടീസ്പൂൺ ഞാൻ മുമ്പ് ബീഫ് വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പം ടോട്ടൽ 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇതൊരു 3/4 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഇതൊക്കെ എരിവിനനുസരിച്ച് ഓരോരുത്തർക്ക് മാറ്റം കേട്ടോ, പച്ചമുളകും പെപ്പറൊക്കെ. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇപ്പോൾ കാശ്മീരി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റേത് ഒരു 1/2 ടീസ്പൂൺ ഇട്ടെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഒരു കളർ കൂടി ഉണ്ടാവും. മസാലകളൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇതിൻ്റെ കൂടെ മൂപ്പിച്ചുകൊണ്ട് മൂത്തതിന് ശേഷം അതിൻ്റെ കരിഞ്ഞു വരുത് കേട്ടോ, തീ കുറച്ചിടണേ. അതിൻ്റെ കൂടെ ഒരു തക്കാളി, നമ്മൾ 2 ഉള്ളി എടുത്ത് അതിൻ്റെ പകുതി ഒരു തക്കാളിയിലേക്ക് ഇതിൻ്റെ കൂടെ നന്നായി വഴറ്റിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇടാം. ഇത് നിങ്ങൾക്ക് വേവിക്കാതെ കുക്കറിൽ ചെയ്യട്ടോ. കുറച്ചൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ചെയ്യുക കുക്കറിൽ. ഇന്ത്യയിൽ അത്ര വലിയ 5 ലിറ്ററിൻ്റെ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നല്ലോണം ചെയ്യുക. അത്ര ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പാത്രം എടുത്ത്. അങ്ങനെയാണ് നിങ്ങൾ ബീഫ് വേവിക്കേണ്ട ആവശ്യമില്ല. ഈ മസാല ഇട്ട് തക്കാളി ഇടുന്നതിൻ്റെ മുമ്പ് ഇടണം കേട്ടോ ബീഫ്. വേവിക്കാത്തതാണെങ്കിൽ അങ്ങനെ ഒരുമിച്ചിടാം. ഇനി ബാക്കി ഞാൻ ഓരോ സ്റ്റെപ്പിലെത്തുമ്പോൾ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണേ. നമ്മളെ തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ട് ഇതിനി ഈ അത് നേരത്തെ വെള്ളം ഉണ്ടല്ലോ, ഇത് മസാലയും ബീഫും എല്ലാം കൂടെ ഒന്നുകൂടെ ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇത്തിരി ചെറുനാരങ്ങ നീര്, ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിനും ബീഫിൽ. ഇനി നമുക്കൊന്നുകൂടി തളച്ചിട്ട് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ്.
ഞാൻ ഒരു 1.5 ടീസ്പൂണ് ചെറുനാരങ്ങ നീര്, ഒരു ചെറിയ നാരങ്ങൻ്റെ പകുതിയൊക്കെ ഉണ്ടാവും, ഇതോടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ വേവിക്കട്ടെ. മസാല ഒക്കെ ഒന്ന് ബീഫിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പിടിക്കട്ടെ. കുക്കറിലാണെങ്കിലും ഇങ്ങനെ തന്നെ തക്കാളി ഇട്ടിട്ട് നിങ്ങൾ കുക്കർ അടിച്ച് വെച്ചിട്ട് വിസിലടിച്ചാൽ മതി കേട്ടോ. ബീഫ് എങ്ങനെയുള്ളതാണോ ഒരു 4-5 വിസിലൊക്കെ അടിക്കാം. അപ്പോൾ അതിലിപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കണം. ബീഫിൽ കുറച്ച് നമ്മൾ മസാലകളൊക്കെ ചേർക്കുമ്പോൾ അടി പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ബീഫിൻ്റെ അത് നോക്കിയിട്ട് നിങ്ങളൊരു 1/2 ഗ്ലാസ്സോ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വിസിലടിക്കുക കേട്ടോ, വേവിനനുസരിച്ചിട്ട്. എന്നിട്ട് ബാക്കിയുള്ളത് അതുപോലെ ചെയ്താൽ മതി. ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മസാല ഒന്നെല്ലാം കൂടി കിട്ടും. നമ്മൾ ബീഫൊക്കെ നന്നായി മസാലയിൽ ചേർന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് എല്ലാം മസാലയൊക്കെ വെന്ത് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ നോക്കട്ടോ. അത്യാവശ്യം കപ്പയൂടി ഇടുന്നതുകൊണ്ട് ഇത്തിരി എരിവ് നിൽക്കണം. ഞാനൊരു ടീസ്പൂണൂടി കുരുമുളക് ചേർത്തിക്കിട്ടോ. അപ്പോൾ 1.25 ടേബിൾ സ്പൂണോളം കുരുമുളക് ഉണ്ട്. നോക്കിയിട്ട് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു പിടി മല്ലി ഇല ചെറുതായി അരിഞ്ഞതും ഒരിത്തിരി ഒരു ടേബിൾ സ്പൂണ് പുതിനേൻ്റെ ഇലയും ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് നമ്മളെ ബിരിയാണി മസാല അല്ലേ, ഞാൻ വീട്ടിൽ പൊടിച്ചാണ്. നമ്മൾ സാധാ ബിരിയാണിക്കൊക്കെ പൊടിക്കുന്ന മസാല, അത് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തി കൊടുക്കാം. എന്നിട്ട് നോക്കട്ടോ, നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തിയാൽ മതി. ടേബിൾ സ്പൂൺ തന്നെ മതി കേട്ടോ, കറക്റ്റാണ്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര് ഇതുകൂടി ചേർത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മസാലക്കില്ലേ ഒരു ടേസ്റ്റിലും കൂടി മസാല പൊടികളൊക്കെ ചേർത്താൽ ഒരു ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. അധികം ഇതായി പോകരുത്, ഒരു ചെറിയൊരു സെമി തിക്ക് ഗ്രേവി പോലെ വേണേ. ഇത്തിരി നമ്മൾ കപ്പിയിലിടുന്നതല്ലേ, അപ്പോൾ ഭയങ്കര മസാലയായി പോകരുത്. ഇതില്ലാതെ കുറച്ചൊരു ലൂസിൽ വേണം. ഓക്കെ, ഇതിൻ്റെ മേലേക്ക് നമ്മളെ കപ്പല്ലേ പുഴുങ്ങി വെച്ച് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മേലിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇത്തിരി കരിവേപ്പിലിട്ടുന്ന്, ഇതിൻ്റെ കൂടെ ഇത്തിരി മല്ലിയിലല്ലേ ചെറുതായി അരിഞ്ഞത്, കരിവേപ്പിലിട്ടുണ്ട്, ഇത്തിരി മല്ലിയില ചെറുതായി അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ ഒരു ഇത്തിരി നമ്മളെ ബിരിയാണി മസാല അല്ലേ, നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടല്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ മേലിടുന്നുണ്ട് കേട്ടോ. ഇത്തിരി മതി. ഇനിതാ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ എണ്ണ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ ഇറങ്ങും. ഞാനിത് നന്നായി മൈദ ഒട്ടിച്ചിട്ട് അടിച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ടായതുകൊണ്ട് ഇനി ഗ്ലാസിൻ്റെ ലിഡാണ് മൂടി, അതിനൊരു ഹോൾ ഉണ്ടല്ലോ സൈഡിൽ. അപ്പോൾ അത് ഞാൻ മൈദൻ്റെ പേസ്റ്റ് ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിലൂടെയും മൈദ ഇട്ട് ഇതാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്നാൽ അങ്ങനെ ഒട്ടിച്ച് കൊടുത്താലേ നമുക്ക് അടിച്ചു വെക്കുമ്പോൾ അവിടെ നന്നായി അങ്ങ് പിന്നെ പ്രസ് ആയിക്കോളും. ഓക്കെ, ഞാൻ അടിച്ചു വെക്കാൻ പോവുകയാണ്. ഇത് മൈദ ചേർത്തപ്പം ആ മൈദ ചൂട് തട്ടുമ്പോൾ അങ്ങോട്ട് പ്രസ് ആയിക്കോളും. ഇതാ കണ്ടോ, നന്നായി ആയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് മേലേട്ടേക്ക് ആക്കി കൊടുക്കാം സൈഡിലുള്ള. അപ്പം തീരെ ആവി പുറത്തേക്കില്ല, പോകരുത് കേട്ടോ. അപ്ലൈ ചെയ്ത് ദമ്മാവും, ആ ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ അടിയിലൊരു മൂടി വെച്ചിട്ടുണ്ട്, മുകളിലൊരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒന്ന് ദമ്മിടുക. ആവി കയറട്ടെ ഉള്ളിൽ ഒന്ന് ആ കപ്പമ്മലേക്കൊക്കെ. എന്നിട്ട് ഓഫാക്കിയിടുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ തുറക്കാണ്ട് അങ്ങനെ തന്നെ വെക്കട്ടോ. ഇതാ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മളെ ഇത് പൊട്ടിക്കാം. സൈഡിൽ നിന്ന് ഇങ്ങനെ നല്ലൊരു സ്മെല്ല് വരുന്നു കേട്ടോ. അത് പൊട്ടിച്ചപ്പോൾ ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയും കപ്പയും കൂടി ഒരു സൈഡിൽ നിന്ന് അധികം ഈ കപ്പ ഒടിഞ്ഞു പോവാതെ മിക്സ് ചെയ്യണേ. നമ്മുടെ ദം ബിരിയാണി, കപ്പ ദം ബിരിയാണി ഇവിടെ റെഡി ആട്ടോ. കപ്പ ഇതാ നമ്മളെ മസാലൻ്റെ കൂടെ ഞാൻ നന്നായി മിക്സ് ചെയ്ത്, കപ്പ പൊട്ടിപ്പോയിരുന്നു കേട്ടോ, ഒന്നിപ്പോൾ ഒരു ഇതുണ്ടാവില്ല. ഞാനത് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വിളമ്പിയിട്ട് കാണിച്ചത്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണി. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമ്മൾ കപ്പ ബിരിയാണി പല ടൈപ്പിൽ ഉണ്ടാക്കി കഴിക്കലുണ്ടാവും. പക്ഷേ ഇതുപോലെ നിങ്ങൾ ദം ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിട്ടോ, ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞു തരണം കേട്ടോ. അപ്പം എന്നും പറയും പോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇങ്ങനെ ഈ രീതിയിൽ. ഓക്കെ, താങ്ക് യു.